പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവെ, ജനതകളുടെ മധ്യ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഈ പ്രഭാതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയും. കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകുകയും പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണം. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. നിൻ്റെ വഴികളിലൂടെ ഞങ്ങളെ നടത്തണമേ. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയിടുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹിതനാണ്. ഇനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയും. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞങ്ങളറിയും. ജീവൻ കൊടുത്തുപോലും അങ്ങ് ബലിയായി തീർന്നുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത കാരുണ്യവാനായ കർത്താവേ, ആ സ്നേഹത്തെ നിലനിൽക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. പിന്നെ ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കുവാനും അങ്ങയുടെ മക്കളായി തീരുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം. അങ്ങയുടെ കൽപ്പന, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം. കൂടെയുള്ള വീട്ടിലുള്ളവരെ പോലും സ്നേഹിക്കാൻ കഴിയാത്ത പാപികളും ബലഹീനരുമാണ് ഞങ്ങളെന്നറിയുന്നു. കാരുണ്യവാനായ കർത്താവേ, ചെറിയ ചെറിയ തർക്കങ്ങൾ, ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ചെറിയ ചെറിയ വ്യവസ്ഥകൾ, സ്വന്തം താല്പര്യവും സുഖങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം വിട്ടുനിന്നുകൊണ്ട് എൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്തെ നിറച്ച് ശക്തിപ്പെടുത്തണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്ന കൽപ്പന പാലിച്ചുകൊണ്ടെങ്കിൽ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.